പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ 3200 രൂപ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് ഒരു മാസത്തെ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്തു. അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം താമസിച്ചാണ് ഈ പ്രാവശ്യം തുക ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. സർക്കാർ പറഞ്ഞ സമയത്തല്ലാതെയാണ് തുക വിതരണം ചെയ്തത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ ഒരു ക്ഷേമ പെൻഷൻ തുക നോക്കി നിൽക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ഉത്സവ സീസണുകളോടൊക്കെ അനുബന്ധിച്ചാണ് തുക കൂടുതലായിട്ടും കുടിശ്ശികയുള്ളതുൾപ്പെടെ നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഓണത്തോടനുബന്ധിച്ചൊക്കെ ഈ ഒരു കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്തും അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു കാര്യം ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമുക്കറിയാം ഈ ഒരു മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഭക്ഷ്യവിഹിതം പ്രഖ്യാപിച്ചപ്പോൾ ഓണത്തിനോടുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള അരി വിഹിതമൊക്കെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണിപ്പോൾ. പ്രത്യേകിച്ച് നീല വെള്ള കാർഡ് ഉടമകൾക്ക് കൂടുതലായിട്ടുള്ള അരിവിഹിതമൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് ഉറപ്പായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ, അതായത് ഈ ഓഗസ്റ്റ് മാസത്തിൽ ക്ഷേമ പെൻഷൻ തുക ഏകദേശം 2 മാസത്തെ തുക തന്നെ ആയിരിക്കും. 3200 രൂപ ആയിരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അറിയാം, ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് കുടിശ്ശികയുള്ളത് തീർക്കുമെന്ന് പറഞ്ഞു എങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് വരില്ല. 2 മാസത്തെ തുക, അതായത് 1 മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ ഈ ഒരു മാസത്തെ തുക കൂടി ചേർത്ത് 2 മാസത്തെ തുക വിതരണം ചെയ്യും. അതിനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തിനായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വളരെയധികം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. പല ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചോ, നാളെ അവധി പ്രഖ്യാപിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും ചോദിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ ജില്ലകളിലൊന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓറഞ്ച് അലർട്ടിൻ്റെ സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ജില്ലാ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ തീർച്ചയായിട്ടും അതാത് ജില്ലകളിലെ വിദ്യാർത്ഥികൾ ഒന്ന് പ്രത്യേകം നോക്കി വെക്കുക. കാരണം അവധി പ്രഖ്യാപിക്കുന്ന കളക്ടർമാരാണ്. ആ ഒരു സാഹചര്യത്തിൽ അവധി വരുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും. കൂടാതെ തന്നെ നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സും കൂടി ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തോളുക. അവധി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നതുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്.